കാനഡയിലെയും അമേരിക്കയിലെയും കുടിയേറ്റക്കാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ജീവിക്കാൻ മറന്നുപോയവർ. മലയാള കുടിയേറ്റ ചരിത്രത്തിൻ്റെ, അതായത് അമേരിക്കയിലേക്കും കാനഡയിലുമുള്ള മലയാള കുടിയേറ്റ ചരിത്രത്തിൻ്റെ ഒരു വിശദമായ നേർക്കാഴ്ചയാണ് ഈ നോവലിലൂടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. കുടിയേറ്റത്തെപ്പറ്റി പറഞ്ഞാൽ, നമ്മുടെ അമേരിക്കയിലേക്ക് കുടിയേറിയത്, അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യം കുടിയേറിയത്, ധാരാളമായി കുടിയേറിയത് അവിടെ നേഴ്സുമാരാണ്. ഒരു ഫ്യൂഡലിസത്തിൽ തകർന്നു പോയ മധ്യ കേരളത്തിലെ ക്രിസ്ത്യാനി കുടുംബത്തിലുള്ള ധാരാളം നഴ്സുകളാണ് ആദ്യമായി ഇവിടെ എത്തപ്പെട്ടത്. അവർ കപ്പൽ കയറിയാണ് ഇവിടെ ഈ ഭൂഖണ്ഡത്തിലെത്തിയത്. അവരുടെ കണ്ണീരിൻ്റെ ഉപ്പ് ഇനിയും ഉണങ്ങിയിട്ടില്ല. കണ്ണുനീരും വേദനയും ദുഃഖവുമായി ജീവിക്കാൻ പുറപ്പെട്ടവരാണ് അവർ. അവരാണ് ഈ രാജ്യത്ത്, ഈ ഭൂഖണ്ഡത്തിൽ കുടിയേറ്റം സ്ഥാപിച്ചത്. അതിന് യാതൊരു തർക്കവുമില്ല. ഈ പുസ്തകത്തിലൂടെ ഞാൻ വരച്ചു കാട്ടുന്നത് ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ്. 1969കളിലാണ് അത് തുടങ്ങുന്നത്. ആദ്യം വന്ന നഴ്സുമാരെ അഭ്യസ്തവിദ്യരായ ആളുകൾ, അതായത് യുവാക്കൾ കല്യാണം കഴിച്ച് ഇവിടെ വന്ന് അവരാണ് ഇതിൻ്റെ വാസ്തവത്തിൽ ഇതിൻ്റെ ശില്പികൾ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവർ ജീവിക്കാൻ മറന്നുപോയവർ തന്നെയാണ്. പലരും പല ആഗ്രഹങ്ങളോടും ആശകളോടും പ്രതീക്ഷകളോടും ഇവിടെ എത്തിയവർ. കടപുഴകി പോയ ഒരു വൃക്ഷം പോലെ അവരുടെ ഓർമ്മകളെല്ലാം സ്വപ്നമായി മാറുന്ന ഒരു ആദ്യകാല കഥയുടെ പൂർണ്ണമായ ചിത്രീകരണമാണ് ഈ ചെറിയ നോവൽ. 150 പേജേ ഉള്ളൂ. ഈ പുസ്തകം കണ്ണൂരിലെ കൈരളി ഒ അശോക് കുമാറിൻ്റെ ഉടമസ്ഥതയിലുള്ള കൈരളിയാണ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2 വർഷത്തിന് മുമ്പ്, കഴിഞ്ഞ വർഷം തന്നെ ഷാർജയിലെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രകാശനം ചെയ്ത പുസ്തകമാണ്. ഇത് വിശിഷ്യ അമേരിക്കയിലും കാനഡയിലുമുള്ള എല്ലാ പ്രവാസികൾ എന്ന് ഞാൻ പറയുകയില്ല. വാസ്തവത്തിൽ അവർ ഇത് രണ്ടും രണ്ടാണ്. ഇവിടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തിയവർ കുടിയേറ്റക്കാരാണ്. അവർക്ക് തിരിച്ചു പോകാൻ സാധ്യതയില്ലാത്തവരും തിരിച്ചു പോകുന്നില്ലാത്തവരുമാണ്. അവരെ ഞാൻ പ്രവാസികളെന്ന് ഒരിക്കലും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ കുടിയേറ്റക്കാർ തന്നെ. അവരുടെ ആദ്യകാല ചരിത്രവും ഇതിനകത്ത് പരാമർശിക്കുന്നു. ഇപ്പോൾ വന്ന ജനതയ്ക്ക്, ഇപ്പോൾ വന്ന തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഉദ്യോഗാർത്ഥികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഈ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാ. അവരെല്ലാം, പിന്നീട് വന്നവരെല്ലാം കൊട്ടിഘോഷിക്കാറുണ്ട്, ഞങ്ങളാണ് കാനഡയിലും അമേരിക്കയിലും ഒക്കെ കുടിയേറ്റം കൊണ്ടുവന്നത്. അങ്ങനെ പല പ്രസ്ഥാനക്കാരും പല സംഘടനക്കാരും അവകാശപ്പെടുന്നുണ്ട്. വാസ്തവത്തിൽ അതല്ല. ഇവിടുത്തെ ആദ്യകാല കുടിയേറ്റ നേഴ്സുമാരെ മറന്നു പോകാതിരിക്കാനാണ് ഈ നോവൽ ശക്തമായിട്ട് എഴുതുന്നത്. ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ഈ നോവൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ പി സുരേന്ദ്രനാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. ഇതിനകത്ത് ധാരാളം ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ചരിത്രം മുഴുവൻ വിശദമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി.